തിരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് തൃശ്ശൂരിലെ എല്ലാ സ്ഥാനാർത്ഥികളും. ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി, യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാജൻ പല്ലൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷകളെന്ന് നമുക്ക് ചോദിക്കാം. രാജേട്ടാ, അങ്ങനെ തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം പങ്കുവയ്ക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം രാജേട്ടൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഞാൻ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. വലിയ ഭൂരിപക്ഷം ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ 25 വർഷക്കാലം തൃശ്ശൂർ കോർപ്പറേഷനിലെ തുടർച്ചയായി കൗൺസിലറാണ്. കോർപ്പറേഷൻ രൂപീകരിച്ച അന്ന് മുതൽ 25 വർഷക്കാലം തുടർച്ചയായി കൗൺസിലർ ആയിരുന്നു. മാത്രമല്ല, ഒരു വർഷം 9 മാസക്കാലവും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിരുന്നു. മേയറായിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് എൻ്റെ ഊർജ്ജവും എനിക്ക് ആത്മവിശ്വാസവും. തീർച്ചയായിട്ടും ഓരോ ഘട്ടങ്ങളിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു പ്രചരണം. പ്രത്യേകിച്ചും ഈ MG റോഡിലുള്ള വികസനങ്ങൾ, പൂങ്കുന്നത്തുള്ള വികസനങ്ങൾ. അപ്പോൾ ഇനി ജയിക്കുകയാണെങ്കിൽ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? തൃശ്ശൂർ പട്ടണത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ആവശ്യമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞാൻ മേയറായിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പൂങ്കുന്നം, കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, നടുവിലാല്, കുറുക്കഞ്ചേരി അങ്ങനെ ജംഗ്ഷനുകളുടെ വികസനം ഉണ്ടായിരുന്നു. MG റോഡ് വികസനം ഞാൻ ആരംഭിച്ചതായിരുന്നു. MG റോഡ് വികസനം ആരംഭിച്ച് സ്വകാര്യ വ്യക്തികൾ പോലും ഭൂമി കോർപ്പറേഷന് കൈമാറിയതാണ്. പക്ഷേ തുടർന്ന് വന്ന LDF കൗൺസിലെ അവരുടെ നീതി കാണിച്ചില്ല. 10-25 വർഷക്കാലം പുറകോട്ട് നയിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായത്. നമുക്ക് 10 വർഷക്കാലം LDF ആണ് കോർപ്പറേഷൻ ഭരിച്ചത്. അതുപോലെ തന്നെ 2 MLA-മാരും ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ മന്ത്രിയായിരുന്നു VS സുനിൽകുമാർ. അതിൽ പി ബാലചന്ദ്രൻ MLA ആയിരുന്നു. പക്ഷേ ആ 10 വർഷക്കാലം എന്ത് ചെയ്തുവെന്ന് അവർ പരിശോധിക്കേണ്ട സമയമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം LDFൻ്റെ 2 MLA-മാരുണ്ടായിട്ട് തൃശ്ശൂരിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല. ആ മറുപടിയാണ് തൃശ്ശൂർ ജനത വോട്ടെടുപ്പിൽ കൂടി LDFന് നൽകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നു, വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ആ ഒരു ട്രെൻഡിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് തന്നെയാണോ തുടരുന്നത്? എന്താണ് ശരിക്കുമുള്ള പൾസ് ഇവിടുത്തെ? തൃശ്ശൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തുള്ള പോലെ തന്നെ LDFനെതിരായിട്ടുള്ള വിരുദ്ധ വികാരമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല കൊള്ളയടക്കം ഈ ഇലക്ഷനിൽ ചർച്ചാ വിഷയമായിരുന്നു. അതെല്ലാം ഇലക്ഷനിൽ അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി, ഞാനടക്കമുള്ള UDF സ്ഥാനാർത്ഥികൾ തൃശ്ശൂർ ജില്ലയിൽ ബഹുഭൂരിപക്ഷം സീറ്റിലും വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാജേട്ടൻ്റെ ഒരു കണക്ക് പ്രകാരം എത്ര സീറ്റുകളെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? ബഹുഭൂരിപക്ഷം സീറ്റ് എന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഇത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല. ബഹുഭൂരിപക്ഷം സീറ്റുകൾ. കഴിഞ്ഞ പ്രാവശ്യം UDFന് ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയല്ല, മറിച്ച് LDFന് ഒരു സീറ്റും കിട്ടുന്ന രീതിയിലേക്ക് അത്ര ബഹുഭൂരിപക്ഷം സീറ്റുകൾ തൃശ്ശൂർ UDF അധികാരത്തിൽ വരും. ഒരു വിരുദ്ധ വികാരം കേരളത്തിലുണ്ട്, അത് തൃശ്ശൂരിലുമുണ്ട്. തീർച്ചയായിട്ടും വലിയ ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഭരണവിരുദ്ധ വികാരമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ UDFന് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ പറയുന്നത്. ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.